ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം ശക്തമാവുകയാണ്. ബഹ്റൈനിൽ 2 ഹോട്ടലുകളിലും ഒരു ഫ്ളാറ്റിലും ആക്രമണമുണ്ടായി. ഖത്തറിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ജനങ്ങളോട് കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദോഹയിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ കുവൈറ്റിലെ US എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. സൗദി അറേബ്യ 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നശിപ്പിച്ചത്. US കരയുദ്ധം ആരംഭിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഇറാനി നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അലി ലാരിജാനി പറഞ്ഞത്. ഇതിനിടെ ഇറാന്റെ നേവിയെയും വ്യോമസേനയും പൂർണ്ണമായി തകർത്തു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അജയ് സുധാബിജു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും പശ്ചിമേഷ്യയിലെ അശാന്തി അത് തുടരുകയാണ്. ഒരു തരത്തിലും അവിടെ സമാധാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. വളരെ പെട്ടെന്ന് ഈ ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലകളിൽ തുടരുകയാണ്, രൂക്ഷമാകുന്നു എന്നാണല്ലോ റിപ്പോർട്ടുകൾ. അതിൽ എന്തൊക്കെയാണ് ലഭ്യമാവുന്ന വിവരം? തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണങ്ങൾക്ക് ഏതാനും അയവുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ച മുതൽ തന്നെ ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലെബനനിലേക്ക് ഉൾപ്പെടെ യുദ്ധം വ്യാപിപ്പിക്കരുതെന്ന് ഇറാനോട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ലെബനനിലും ഇപ്പോൾ ആക്രമണം രൂക്ഷം തന്നെയാണ്. ടെഹ്റാനിലും നിലവിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ടെഹ്റാനിലുള്ള ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് തകർത്തതായിട്ടാണ് വിവരം. ആസാദി സ്പോർട്സ് കോംപ്ലക്സ് ആണ് തകർന്നതെന്നാണ് അറിയുന്നത്. ഇതിൽ ഇറാന്റെ ഭരണകൂടം പറയുന്നത് നിലവിൽ ഇത്തരത്തിലൊരു സ്പോർട്സ് കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തിയത് അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അതുപോലെ തന്നെ ഒളിമ്പിക്സ് ചാർട്ടറുകൾക്കും വിരുദ്ധമാണ് എന്നാണ് ഇറാൻ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലും പറഞ്ഞതുപോലെ ആക്രമണങ്ങൾ വീണ്ടും കടുത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. കുവൈറ്റിൽ ഇപ്പോഴും സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ശക്തമായിട്ടുള്ള ചില സ്ഫോടന ശബ്ദങ്ങളും പല സ്ഥലങ്ങളിലും കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദോഹയിലും സ്ഫോടന ശബ്ദങ്ങളുണ്ട്. ഖത്തറിൽ ജനങ്ങളോട് ജാഗ്രത പുലർത്താൻ തന്നെയാണ് നിർദ്ദേശം. അതുപോലെ തന്നെ ജനങ്ങളോട് തൽക്കാലം വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, അതുപോലെ കെട്ടിടങ്ങൾക്കകത്ത് തന്നെ തുടരണം, അതുപോലെ ജനലുകൾക്ക് സമീപം പിന്നെ തുറസായ മേഖലകളിലൊന്നും നിൽക്കരുതെന്നും അറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾക്ക് വീണ് 6 പേർക്ക് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറസായ മേഖലകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും വീണും പരിക്കേൽക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും കെട്ടിടങ്ങൾക്കകത്ത് തന്നെ ഈ സംഘർഷം വ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടരാനാണ് പല ഗൾഫ് മേഖലയിലുമുള്ള രാജ്യങ്ങൾ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബഹ്റൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ 3 സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായിട്ടുള്ള വിവരമുണ്ട്. 2 ഹോട്ടലുകളിലും ഒരു ഫ്ളാറ്റിലുമാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. ആളപായമില്ല എന്നുള്ളതാണ് നിലവിൽ സൂചനകൾ ലഭിക്കുന്നത്. സൗദി അറേബ്യ ഇതിനിടെ 3 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അവരുടെ ഒരു എയർബേസ് ലക്ഷ്യമാക്കി വന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചതായിട്ട് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ 30 ഇറാനിയൻ കപ്പലുകൾ തകർത്തു എന്നതാണ് US-ൻ്റെ സെൻട്രൽ കമാൻഡറിൻ്റെ വാദമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രംപും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ട്രംപ് മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യവേ പറഞ്ഞത് ഇറാൻ്റെ ഈ നേവൽ സംവിധാനവും അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റവും അത് പൂർണ്ണമായിട്ടും തകർന്നു. അവരുടെ നിരവധി യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഡ്രോൺ കാരിയറുകളും ഇതിനോടകം തന്നെ US നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് തിരിച്ച് പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അത് US വിജയിക്കും. ഇറാനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇറാനുള്ളിലേക്ക് കൂടുതൽ നിയന്ത്രണം കടുപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നെല്ലാമാണ് ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ്റെ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ തകർന്നതായിട്ട് ആണ് US ഇപ്പോൾ തുടർച്ചയായിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നിന്നൊരു പ്രസ്താവന വന്നിരുന്നു. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പ്രതിസന്ധി ഇത് നീക്കാനും US പൂർണ്ണമായിട്ട് ഒരുക്കമാണ്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് US-ൻ്റെ നേവിയുടെ പ്രത്യേക
അകമ്പടി ഉണ്ടാകും. US-ന്റെ സുരക്ഷയോടെ തന്നെ ഈ കപ്പലുകൾക്ക് ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ സാധിക്കും എന്നുമാണ് ഇന്നലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് എക്സിൽ കുറിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ US-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധങ്ങളും ശക്തമാണ്. ഇതിനിടെ ട്രംപ് മാധ്യമങ്ങളോട് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇറാനിൽ അടുത്ത സുപ്രീം ലീഡർ ആരാണെങ്കിലും അത് US-ന്റെ കൂടി സമ്മതപ്രകാരമുള്ള ആളായിരിക്കും. ഇപ്പോൾ ഖമനയുടെ മകനായിട്ടുള്ള മുജിതബ ഖമനൈ അത് ഒരിക്കലും അനുയോജ്യനായിട്ടുള്ള നേതാവല്ല. അടുത്ത സുപ്രീം ലീഡർ ആകാൻ വേണ്ടി ഒരു അനുയോജ്യനായ ആളല്ല. US-ന് കൂടി താല്പര്യമുള്ള ആളെ ആയിരിക്കും ഈ സ്ഥാനത്ത് അവരോധിക്കുക എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും അത് ആരാണ്, ഏത് തരത്തിലുള്ള വ്യക്തിയായിരിക്കും എന്നതൊന്നും നിലവിൽ സൂചനകളില്ല. എന്തായാലും ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു പ്രസ്താവന എന്ന് പറഞ്ഞിരുന്നത് 4 ആഴ്ച ഈ യുദ്ധം നീളും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു നിലവിലെ പശ്ചാത്തലത്തിൽ സാധ്യതകൾ കാണുന്നത് ഈ ഒരു 4 ആഴ്ചയോളം ഇത്തരത്തിൽ വ്യോമാക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ഒരു 10-12 ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധം US-ഉം ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുണ്ടായിരുന്നു. അതൊരു 12 ദിവസങ്ങൾക്ക് ശേഷം അവസാനിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ നിലവിലുള്ള യുദ്ധം ട്രംപ് അവകാശപ്പെട്ടതുപോലെ ഒരു 4 ആഴ്ച തന്നെ തുടരാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. 3 കക്ഷികളും നിലവിൽ കീഴടങ്ങാൻ തയ്യാറല്ല. 3 കക്ഷികളും തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 ആഴ്ച കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ യുദ്ധത്തിൽ എങ്ങനെയാണോ ട്രംപ് അവകാശപ്പെട്ടത് അതുപോലെ തന്നെ അമേരിക്ക യുദ്ധം ജയിച്ചു എന്നൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ഇറാൻ പോലെ നിരവധി ഒരു ഭൂമിശാസ്ത്രപരമായി തന്നെ ഇറാനിയൻ സേനയ്ക്ക് IRGCക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു മേഖലയിലേക്ക് US ആക്രമണം നടത്താൻ ഒരുങ്ങില്ല എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ നാഷണൽ കൗൺസിൽ നേതാവായ അത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഒരു കരയുദ്ധത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഇറാൻ പറയുന്നതിൽ തന്നെ അതിൻ്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ ട്രംപ് പറയുന്നൊരു കാര്യം, നോ എയർഫോഴ്സ് നോ എയർ ഡിഫൻസ്, ഇറാൻ്റെ എയർഫോഴ്സിനെ പൂർണ്ണമായും തകർത്തു എന്നാണല്ലോ അമേരിക്കയുടെ അവകാശവാദം. അത്തരം വിവരങ്ങളിൽ ഇറാൻ എന്തെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്? അവരുടെ വ്യോമസേനയെ ഇത്ര നാശം സംഭവിച്ചു എന്നുള്ളതിൽ എന്തെങ്കിലും സൂചനയോ സ്ഥിരീകരണമോ അവർ നൽകുന്നുണ്ടോ? ഇറാൻ നിലവിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പകരം US-ന്റെ തന്നെ ചില ഈ കപ്പലുകളും ചില ഓയിൽ ടാങ്കറുകളും അതുപോലെ തന്നെ അവരുടെ ചില യുദ്ധവിമാനങ്ങളും ഇതിനോടകം തന്നെ തകർത്ത് കഴിഞ്ഞു എന്നതാണ് ഇറാൻ്റെ ഒരു അവകാശവാദം. അവരുടെ IRGC ഇതിനോടകം തന്നെ നിരവധി ഇത്തരം ഒരു ഈ ഓയിൽ ടാങ്കറുകളും അതുപോലെ തന്നെ മിസൈൽ കാരിയറുകളും നശിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ അലി ലാരിജാനി, ഇറാൻ്റെ നാഷണൽ കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനിയാണ് പറഞ്ഞത് ഈ കരയുദ്ധം തുടങ്ങാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതായത് കരയുദ്ധം തുടങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇറാൻ്റെ ഭൂപ്രകൃതി വെച്ച് ഇറാൻ ഒരു മേൽക്കൈ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്ക് തന്നെ നിരവധി പർവ്വതങ്ങളുള്ള ഒരുപാട് മരുഭൂമികളുള്ള ഒരു മേഖലയാണ് ഹോർമുസ് കടലിടുക്കിന് അപ്പുറമുള്ള ഒരു ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പർവ്വതങ്ങളും മരുഭൂമികളും എല്ലാമുള്ള ഒരു മേഖലയിൽ US സൈനികർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അധികം മുന്നിട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതകൾ കുറവാണ് എന്നതാണ് ഇറാൻ പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരയുദ്ധം തുടങ്ങിയാൽ പൂർണ്ണമായിട്ടും US-ന് ഒരു തിരിച്ചടി നൽകാനാകും എന്നതാണ് ഇറാൻ്റെ പ്രതീക്ഷ. ശരിക്കും ട്രംപിൻ്റെ ഒരു വാക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ US ഒരിക്കലും അത്തരം ഒരു കരയുദ്ധത്തിലേക്ക് കടക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ US-നകത്ത് ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ എതിരാകാനുള്ള സാധ്യതകളുണ്ട്. US-നകത്ത് തന്നെ നടത്തിയ ഒരു സർവേയിൽ ഏതാണ്ട് 70% ജനങ്ങളും യുദ്ധത്തിന് എതിരാണ് എന്നതാണ് സൂചനകൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ US-ന്റെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഒരു വോട്ടെടുപ്പ് നടന്നിരുന്നു. അതിൽ 219 പേരും ഈ ട്രംപിൻ്റെ ഒരു നീക്കത്തെ അനുകൂലിക്കുന്നതായിട്ട് ഇപ്പോൾ നിലവിൽ വോട്ട് ചെയ്തിരുന്നു. അത് നേരിയ വ്യത്യാസത്തിലാണ് ജയിച്ചത്. 212 പേർ ട്രംപിനെ എതിർക്കുന്നതായിട്ടും വോട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ നേരിയൊരു വ്യത്യാസത്തിൽ ട്രംപിന് ഭൂരിപക്ഷം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നിലവിലും ഈ യുദ്ധം തുടരാൻ സാധിക്കുന്നത്. ഈ
യുദ്ധം നിർത്താനുള്ള ഒരു വോട്ടെടുപ്പായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇറാൻ അകത്ത് ആക്രമണം നടത്തി US സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് US-നുള്ളിൽ തന്നെ വലിയൊരു വികാരമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രംപിൻ്റെ ഈ നീക്കത്തിന് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അത് പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ ആഘാതമേൽപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കില്ല എന്നാണ് സൂചന. അതിനിടെ ഇസ്രായേലിൻ്റെ ഒരു നീക്കവും പ്രസക്തമാണ്. അമേരിക്ക ഇത്തരത്തിൽ കരയുദ്ധം തുടങ്ങില്ല, വ്യോമ മേഖലയിലൂടെ മാത്രമുള്ള ഇത്തരം നീക്കങ്ങൾ നടത്തും എന്ന് നമുക്ക് കരുതാമെങ്കിലും ഇസ്രായേൽ നിലവിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇറാനിൽ മാത്രമല്ല, അവരുടെ സമീപത്ത് കിടക്കുന്ന ലെബനനിലുള്ള ബെയ്റൂട്ടിലും അവർ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിൽ ഇപ്പോൾ നിലവിൽ അടുത്ത ഘട്ട ഒരു റെയ്ഡ് ആരംഭിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. നിരവധി സ്ഫോടനങ്ങളും അതുപോലെ തന്നെ കനത്ത രീതിയിലുള്ള ഒരു ജാഗ്രത തന്നെ മേഖലയിൽ തുടരുകയാണ്. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ ബെയ്റൂട്ട് നഗരം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇതിനോടകം തന്നെ ലെബനന്റെ തെക്കൻ പ്രദേശത്തുള്ള പല മേഖലകളിലും ഇസ്രായേൽ ആക്രമണം നടത്തിക്കഴിഞ്ഞു. ഇപ്പോഴും മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ കൂടി പൂർണ്ണമായിട്ടും നശിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് മേഖലയിൽ അവർക്ക് ഭീഷണിയായിട്ടുള്ള ഇറാനെ തകർക്കുക മാത്രമല്ല ലക്ഷ്യം, ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ കൂടി പൂർണ്ണമായിട്ടും തകർത്തുകൊണ്ട് ഈ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ഒരു ശക്തി അത് അരക്കിട്ടുറപ്പിക്കുക, അത് തന്നെയാണ് ഇറാൻ്റെ ഒരു നീക്കമെന്ന് പറയുന്നത്. അവരുടെ പുതിയ ഒരു രീതികൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെഹ്റാനിൽ വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ പുകപടലങ്ങളും മറ്റും ഉയരുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെല്ലവീവിൽ മിസൈലും ഡ്രോൺ ആക്രമണവും നടത്തിയെന്ന് IRGC പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അവർ ഇപ്പോൾ നിലവിൽ ഇറാൻ അല്ലാതെ കൂടുതൽ ഈ ലെബനൻ മേഖല കേന്ദ്രീകരിച്ചാണ് ആക്രമണം തുടരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേൽ നിലവിൽ ഇറാനിലുള്ള ശ്രദ്ധ ഒന്ന് കുറച്ചിട്ടുണ്ട്. പകരം ഒരു പ്രതിരോധ മാർഗങ്ങൾ, ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കുക, അത്തരമൊരു നടപടി സ്വീകരിച്ചുകൊണ്ട് നിലവിൽ അവരുടെ ഫോഴ്സുകളെ കൂടുതൽ വിന്യസിച്ചിരിക്കുന്നത് ലെബനൻ മേഖലയിലാണ്. ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് അവർക്ക് ഇറാൻ പിടിച്ചടക്കുന്നതിൽ, ഇറാനിലൊരു സ്വാധീനം ഉറപ്പിക്കുന്നതിൽ വലിയൊരു ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഇറാനേക്കാൾ ശക്തി കുറഞ്ഞ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ആദ്യം തകർത്തുകൊണ്ട് പിന്നീട് ഇറാനിൽ ഒരു സ്വാധീനം വ്യാപിപ്പിക്കുക, ഇത് തന്നെയാണ് അവരുടെ ഒരു ഉദ്ദേശമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി ഒരു ഡ്രോണുകളും ഏതാണ്ട് 6 ഡ്രോണുകളും 125 ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായിട്ട് എല്ലാം ഇപ്പോൾ ഇസ്രായേൽ സൂചനകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ നിരവധി ഡ്രോൺ അറ്റാക്കുകളും മിസൈൽ അറ്റാക്കുകളും ഉണ്ടായിക്കഴിഞ്ഞു. ഇതെല്ലാം പൂർണ്ണമായിട്ട് തകർത്തതായിട്ടാണ് ഇസ്രായേലിൻ്റെ ഒരു അവകാശവാദം. UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അവർ കഴിഞ്ഞ മണിക്കൂറിനിടെ ഒരു മിസൈലും 6 ഡ്രോണുകളും രാജ്യത്ത് പതിച്ചത് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അസർബൈജാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളൊരു പ്രധാന ഒരു സംഭവം എന്ന് പറയുന്നത്. കാര്യം അസർബൈജാനിൽ 3 സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ അസർബൈജാനിലേക്ക് ആക്രമണം നടത്തിയത് ഇറാനിയൻ ഡ്രോണുകളാണെന്നാണ് അസർബൈജാൻ്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്തരമൊരു ആക്രമണം അസർബൈജാനിൽ നടത്തിയിട്ടില്ല എന്നതാണ് ഇറാൻ്റെ അവകാശവാദം. ഇതിനോടകം തന്നെ ഇസ്രായേലും അതുപോലെ തന്നെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അസർബൈജാൻ പറയുന്നത് ഇതിന് തക്കതായിട്ടുള്ള മറുപടി നൽകുമെന്നാണ്. എന്നാൽ ഇറാൻ പറയുന്നത് ഇത്തരമൊരു ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല. ഇറാൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ശത്രുക്കളുടെ സൈനിക ബേസുകളും അതുപോലെ തന്നെ മറ്റ് ശത്രു താവളങ്ങളുമാണ്. ഇത്തരമൊരു ആക്രമണം അതൊരിക്കലും ഇറാൻ നടത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ഇറാനിയൻ ഡ്രോൺ തന്നെയാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് എന്നാണ് ഇവർ ഇപ്പോൾ ഈ ഒരു അസർബൈജാൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കുന്നത്. ഈ IRGC ഇതിനോടകം തന്നെ 20ാം ഘട്ട ആക്രമണം ആരംഭിച്ചതായിട്ടാണ്
ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി തന്നെ പുറത്തു വന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ആക്രമണം അത് IRGC കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ മേഖലയിലുള്ള എല്ലാ ഭീഷണികളെയും ഒന്നിച്ച് തുറച്ചു നീക്കാനുള്ള ഒരു നീക്കം തന്നെയാണ്. അമേരിക്ക വ്യോമാക്രമണം അത് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ഈ ഇസ്രായേലിനെ സഹായിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും ഈ പശ്ചിമേഷ്യയിൽ അത് സംഘർഷങ്ങൾ കൂടുതൽ വ്യാപിക്കുന്നതല്ലാതെ അത് കുറയാനുള്ള മറ്റ് സാധ്യതകളൊന്നും തന്നെ നിലവിൽ കാണുന്നില്ല. ഈ ട്രംപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ആഴ്ചയോളം യുദ്ധം നീളാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ പല യൂറോപ്യൻ ശക്തികളും ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പല പ്രതിരോധ മാർഗങ്ങളും ഒന്ന് ഹോൾഡ് ചെയ്യാം.